തിരുവല്ല മറിയുകയാണല്ലോ. ഇന്നലത്തോടുകൂടി മാത്യു ടി തോമസ് കൃത്യമായ പ്രതിരോധത്തിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും മുഖവും കണ്ടാൽ തന്നെ, ഫേസ് കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം പ്രതിരോധത്തിലോട്ട് പോയിട്ടുണ്ട്. ഒരു ചോദ്യം ഇന്നലെ കേരള സമൂഹം ചോദിക്കുന്നു, മാത്യു കുഴൽനാടനും ചോദിച്ചു. എന്തേ ഇങ്ങനെ ഒരു വോയിസ് പുറത്ത് വിട്ടതിന് ശേഷം അത് ജനതാദളിൻ്റെ കൂടെ മന്ത്രിയുടെ PA ആയിട്ടുണ്ടായിരുന്ന പിന്നെ പ്രഫാദ് എന്ന് പറയുന്ന ആളാണ് കൂടെ നിന്നത്. ആ പ്രഫാദ് എനിക്ക് പരിചയമുള്ള ആളാണ്, ജനതാദളിൽ ഉള്ളപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്. ആ ഞാൻ പ്രഫാദുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പ്രഫാദ് എങ്ങനെയൊക്കെ നടന്നിട്ടില്ലെന്ന്, ഈ അഴിമതിയല്ല, ഈ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള, കാരണം ഈ സെക്ടറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അഴിമതി കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെ ഡാം തുറന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. കാരണം ജലവകുപ്പിലാണല്ലോ അദ്ദേഹം ഇരുന്നത്. അപ്പോൾ ആ പ്രഫാദ് പാർട്ടിയിൽ നിന്ന് മാറുകയോ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം പ്രഫാദും ഇന്നലെ മാത്യു കുഴൽനാടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല, ഇനി സംസാരിക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ അദ്ദേഹവും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ ശക്തമായ ഇത് പറഞ്ഞിട്ട് 1 മണിക്കൂറിനകത്ത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കേസ് കൊടുത്തില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്ന് വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട വളരെ പ്രായം കൊണ്ട് വളരെ ജൂനിയറായിട്ടുള്ള അനൂപ് ആൻ്റണിയെ നോക്കി പറഞ്ഞു, ഇയാൾ എൻ്റെ റൈറ്റ് ഹാൻഡാണ്, വലം കൈയാണ്, ഇയാളെ ജയിപ്പിച്ച് തരണം എന്ന് പറഞ്ഞത് വലിയ അലയാണ്, വലിയ ഓളമാണ് തിരുവല്ലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നടക്കുന്ന തിരുവല്ലയുടെ മറ്റൊരു സാധ്യത, ഈ ഒരു പിതാവിൻ്റെ, അതായത് പള്ളിയിലെ പിതാവിൻ്റെ മകനാണ് ഈ നമ്മുടെ മാത്യു ടി തോമസ്. അതുപോലെ മറ്റൊരു പിതാവിൻ്റെ മകനാണ് അവിടെ മത്സരിക്കുന്ന UDFൻ്റെ കാൻഡിഡേറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാർത്തോമ സഭ തിരുവല്ലയിൽ വളരെ വലിയൊരു സഭയാണ്. മാർത്തോമ സഭ വളരെ വലിയ സഭയാണെന്നതുകൊണ്ട് തന്നെ മാർത്തോമ സഭയുടെ വോട്ട് LDFനും പോകും, UDFനും പോകും. അങ്ങനെ LDFനും UDFനും മാർത്തോമ സഭയുടെ വോട്ടുകൾ പോവുകയും ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു വിഭാഗത്തിൻ്റെ വോട്ടുകളും ഈ മോദി എഫക്റ്റും എല്ലാം കൂടി അനൂപ് ആൻ്റണിക്ക് പിടിക്കാൻ പറ്റിയാൽ അവിടെ അനൂപ് ആൻ്റണി അത്ഭുതം സൃഷ്ടിക്കും. ഇനി അല്ല, അനൂപ് ആൻ്റണിക്കല്ല ഇത് പിടിക്കാൻ പറ്റിയതെങ്കിൽ മാത്യു ടി തോമസിനുണ്ടായി പ്രതിരോധം, UDFൻ്റെ സംസ്ഥാനാടിസ്ഥാനത്തുള്ള ട്രെൻഡിൽ UDF കയറി വരുമോ എന്നുള്ളതും ചോദ്യചിഹ്നമാണ്. കാരണം മാർത്തോമ സഭക്കാരെല്ലാം കൂടി വിചാരിക്കുകയാണ്, ഈ മാത്യു ടി തോമസ് ഒരുപാട് വർഷമായില്ലേ, ഇനി നമ്മളുടെ സഭയിലെ തന്നെ മറ്റൊരു പിതാവിൻ്റെ മകനായിട്ടുള്ള കേരള കോൺഗ്രസ്സുകാരൻ ജയിക്കട്ടെ, ജോസഫ് ഗ്രൂപ്പുകാരനാണെന്ന് തോന്നുന്നു, ജയിക്കട്ടെ എന്ന് വിചാരിച്ചാൽ കഥ മാറി. അല്ല, അനൂപ് ആൻ്റണി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ, പ്രധാനമന്ത്രി ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നും അങ്ങനെ പറയുന്നതല്ലല്ലോ, രാഹുൽ ഗാന്ധിയോ മറ്റ് നേതാക്കളോ ഒന്നും ആരെയും ഇങ്ങനെ പറയാറില്ലല്ലോ. നല്ല നേതാവാണ് എന്നൊക്കെ പറയുന്നതല്ലാതെ എൻ്റെ റൈറ്റ് ഹാൻഡാണ്, എൻ്റെ വലങ്കൈയാണെന്നൊരു പ്രധാനമന്ത്രി വന്ന് ഈ കേരളം പോലുള്ളൊരു സ്ഥലത്ത് വന്ന ഒരു ചെറുപ്പക്കാരൻ, അത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ നോക്കി, വേറെയും ചെറുപ്പക്കാർ എത്രയോ മത്സരിക്കുന്നു, സന്ദീപ് ജസ്പതി മത്സരിക്കുന്നു, അതുപോലെ തന്നെ പ്രകാശ് ബാബു മത്സരിക്കുന്നു, പിന്നെ ഗോകുൽ രാജ് മത്സരിക്കുന്നു, എത്രയോ പേര് മത്സരിക്കുന്നു കേരളത്തിൽ. അവിടെയെല്ലാം മോദി പലവട്ടം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സന്ദീപ് ജസ്പതി ആയിരുന്നു അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത, എന്നിട്ട് പോലും എൻ്റെ വലങ്കയ്യായി ഡൽഹിയിൽ പ്രവർത്തിച്ച ആളാണെന്നും രാപകൽ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്നും മോദി പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അത് വലിയ സ്വാധീനമായിരിക്കും അനൂപ് ആൻ്റണിക്ക് കിട്ടുന്നത്. അതുകൂടി കണക്കാക്കുമ്പോൾ തിരുവല്ലയിൽ ഡാമിലെ വെള്ളം ഒഴുകിപ്പോയതുപോലെ മാത്യു ടി തോമസിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഒഴുകിപ്പോകുമോ? അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നാളിതുവരെ ഗാന്ധിയൻ സമിതികളിൽ പോയി ഗാന്ധിയനെ പോലെ സംസാരിച്ചിരിക്കുന്ന മാത്യു ടി തോമസ് ജീവിതത്തിൽ ലളിതമായ ഭക്ഷണം കഴിക്കുന്നു, വളരെ ലാളിത്യത്തോടുകൂടി ജീവിക്കുന്ന ആളെന്ന് പൊതുസമൂഹത്തിൽ ഇമേജ് ഉണ്ടായിരുന്ന മാത്യു ടി തോമസ് അഴിമതിക്കാരനാണെന്ന് വരുന്നത്, അതിലൂടെ ഒരു ജനതയെ മുഴുവൻ മുക്കിക്കൊല്ലുന്നതിനുള്ള ഡാം തുറന്നു വിടാതിരിക്കുന്നതിലും, തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു വിടാതിരിക്കുന്നതിലും ഡാം തുറന്നു വിട്ടതിലും വലിയ പങ്കുണ്ട് എന്ന് വന്നാൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്, രാജ്യദ്രോഹമാണ്, തലമുറകളെ ബാധിക്കുന്ന പാപമാണ്, ശാപമാണ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണൻകുട്ടി എന്തുകൊണ്ട് ഈ പുറത്ത് വിട്ടു ഈ വോയിസ്? കൃഷ്ണൻകുട്ടിയുടേതാണെങ്കിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല?
ഇനി കൃഷ്ണൻകുട്ടിയുടേതാണെങ്കിൽ കൃഷ്ണൻകുട്ടി പറയാൻ ശ്രമിച്ചത് ഞാൻ മാത്രമല്ല മച്ചമ്പി, അവനും കുഴപ്പമാണ്, നമ്മളുടെ പാർട്ടിയിൽ അങ്ങനെ ആരും പരിശുദ്ധരില്ല, എല്ലാവരും കൈയിട്ട് വാരുന്നവരാണെന്ന് പറയാനുള്ളതാണോ, അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണോ കൃഷ്ണൻകുട്ടി പറഞ്ഞത് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കേരള സമൂഹം. എന്തായാലും കേരളത്തിൽ ഡാം തുറന്നത് കൊണ്ട് തന്നെയാണ്, ഡാം മാനേജ്മെന്റിൽ അശാസ്ത്രീയത കണ്ടതുകൊണ്ട് തന്നെയാണ് പ്രളയം വന്നതെന്ന് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും പറയുന്നു. അതിനെ വെള്ള പൂശുന്ന റിപ്പോർട്ടുണ്ടായി. ആ റിപ്പോർട്ടുണ്ടാക്കി അങ്ങനെയല്ല, ഡാം തുറന്നത് കൊണ്ടല്ല എന്ന് പറയുന്ന വെള്ള പൂശുന്ന റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് ഉണ്ടാക്കിയവർക്ക് പാരിതോഷികമായി ഗവൺമെന്റ് ചില പൊസിഷനും കൊടുത്തു, പലവട്ടം എക്സ്റ്റൻഷനും കൊടുത്തു. അത് ഈ വീഡിയോയുടെ പറവിൽ വരാത്ത വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതല്ലാതെ വേറൊരു അവസരത്തിൽ ഇത് പറയും. അപ്പോൾ വളരെ കൃത്യമായി മാത്യു ടി തോമസ് തോറ്റു പോകാനുള്ള എല്ലാ സാധ്യതകളും അനൂപ് ആന്റണിക്ക് വിജയിക്കാനുള്ള ഒരു സാധ്യതയുമാണ് അവിടെ തിരുവല്ലയിൽ ഇന്നലെ രാത്രി മുതൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനിയും 24 മണിക്കൂറുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇന്ന് പകൽ ഇനി മാത്യു കുഴൽനാടൻ്റെയും മന്ത്രി കൃഷ്ണൻകുട്ടിയുടെയും അതുപോലെ മാത്യു ടി തോമസിൻ്റെയും പ്രഭാതിൻ്റെയും ഒക്കെ ബൈറ്റുകളും പ്രതികരണങ്ങളും ഒക്കെ വരാനിരിക്കുന്നു. അതെല്ലാം നാളത്തെ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി സ്വാധീനിക്കും. മാർ തോമസ് സഭക്കാർ കൈവിട്ടാൽ മാത്യു ടി തോമസ് ഡാം തുറന്നുവിട്ട് ഒഴുകിപ്പോയതുപോലെ ഒഴുകിപ്പോകും.